ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫി ആയിട്ടുള്ള ലോങ് വോക്ക് ടു ഫ്രീഡമിലെ ഒരു ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെൽസൺ മണ്ടേലയെ നമ്മൾ അറിയാത്ത വ്യക്തികളൊന്നും ആയിരിക്കില്ല. എന്തായാലും നമ്മൾ സ്കൂളിലൊക്കെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചാപ്റ്റേഴ്സൊക്കെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്കയിലത്തെ ആ ഒരു ആക്ടിവിസ്റ്റായിട്ട് റേസിസത്തിനെതിരെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുള്ള ഒരുപാട് കാലം ജയിലിലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള അത്രയും ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ് നമ്മുടെ നെൽസൺ മണ്ടേല. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിനകത്ത് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിലുടനീളം അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച്, അതേപോലെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഫ്രീഡം ഫൈറ്റിങ്ങിനെ കുറിച്ച്, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആക്ടിവിസത്തിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1990 സൗത്ത് ആഫ്രിക്കയിലത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള FW ക്ലർക്ക്, അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ഫ്രെഡറിക് വില്യം ഡി ക്ലർക്ക് എന്നാണ്. അപ്പോൾ അദ്ദേഹം സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ആയിട്ട് വരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പുതിയ ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പുതിയ മാറ്റങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം എന്തുകൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്, നെൽസൺ മണ്ടേലയുടെ ഒരു ജയിൽ മോചനം അതുകൂടെ അദ്ദേഹം അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ FW ക്ലർക്ക് എന്നുള്ള അന്നത്തെ പ്രസിഡന്റിൻ്റെ ആ ഒരു ഇടപെടൽ കൊണ്ട് അദ്ദേഹം വർഷങ്ങളായിട്ട് ജയിലിൽ കിടക്കുന്ന നെൽസൺ മണ്ടേല ജയിൽ മോചിതനാകുന്ന ആ ഒരു ഇൻസിഡന്റ്, അദ്ദേഹം തുടർന്ന് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ എന്തൊക്കെയായിരുന്നു, അതിനുശേഷം എങ്ങനെയാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൽ പറയുന്നത് എന്നുള്ളത് ആദ്യമായിട്ട് മനസ്സിലാക്കുക. ബാക്കി നമുക്ക് ഈ ചാപ്റ്റർ നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാണ്. ഓൺ February 2nd, 1990, FW ക്ലർക്ക് stood before Parliament to make the traditional opening speech and did something no other South African head of state had ever done. അപ്പോൾ പേര് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോഴത്തെ പ്രസിഡന്റ് ആയിരുന്നു FW ക്ലർക്ക്. അതേപോലെ തന്നെ ആ ഇയറും ഡേറ്റും ഒക്കെ ഓർത്ത് വയ്ക്കുക കേട്ടോ. 1990 ഇൻസിഡന്റ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ FW ക്ലർക്കിൻ്റെ ഈ ഒരു സ്പീച്ച്, ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്പീച്ച്, അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം വരുന്ന ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സ്പീച്ച് February 2nd നടക്കുന്നത്. അതിൽ ഇതുവരെയുള്ള ഒരു സൗത്ത് ആഫ്രിക്കൻ ലീഡേഴ്സും ചെയ്തിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കുറച്ച് പുതിയ തീരുമാനങ്ങളായിരുന്നു, എല്ലാവരും സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ കുറച്ച് തീരുമാനങ്ങളായിരുന്നു FW ക്ലർക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് ഓർത്തു വെക്കണം കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഹി ട്രൂലി ബിഗാൻ ടു ഡിസ്മാൻഡിൽ ദ അപ്പാർത്തൈഡ് സിസ്റ്റം ആൻഡ് ലേ ദ ഗ്രൗണ്ട് വർക്ക് ഫോർ എ ഡെമോക്രാറ്റിക് സൗത്ത് ആഫ്രിക്ക. അപ്പം അദ്ദേഹം ആഗ്രഹിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് കറക്റ്റായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള ഒരു അടിത്തറ പാകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം. റേഷ്യൽ ആയിട്ടുള്ള വർഗീയതയും അങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ ഒന്ന് മാക്സിമം നമ്മൾ ഒഴിവാക്കിയിട്ട് അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയൊരു ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു രാജ്യമാക്കിയിട്ട് മാറ്റുക എന്നുള്ള ഒരു ഐഡിയയോട് കൂട്ടാണ് അദ്ദേഹം ഓൾറെഡി വന്നിട്ടുള്ളത്. ഇൻ ഡ്രമാറ്റിക് ഫാഷൻ മിസ്റ്റർ ഡി ക്ലർക്ക് അനൗൺസ്ഡ് ദ ലിഫ്റ്റിംഗ് ഓഫ് ദ ബാൻസ് ഓഫ് ANC, ദ PAC ആൻഡ് സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൻഡ് 31 അതർ ഇല്ലീഗൽ ഓർഗനൈസേഷൻസ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു എല്ലാവരും സർപ്രൈസ്ഡ് ആക്കുന്ന ആ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത്, അതുവരെ അവിടെ പലതരത്തിലുള്ള ആശയങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ആക്ടിവിസം കൊണ്ട് അവിടെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്ന കുറേ പൊളിറ്റിക്കൽ പാർട്ടികളെയൊക്കെ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ANC എന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ PAC എന്ന് പറയുന്നത്, ANC എന്ന് പറയുന്നത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ആണ്, PAC എന്ന് പറയുന്നത് പാൻ ആഫ്രിക്കനിസ്റ്റ് കോൺഗ്രസ് ഓഫ് അസേനിയാണ്, അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങനെ കുറച്ച് ഒരു 31ഓളം ഓർഗനൈസേഷൻസിനെ ഒരു ഇല്ലീഗൽ ആയിട്ട് അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് അവിടെ പ്രഖ്യാപിച്ചിട്ട് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ ഇതിൻ്റെ മുന്നത്തെ ഭരണാധികാരികൾ. അപ്പോൾ അത്തരത്തിൽ ബാൻ ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടികളെയും എല്ലാ ഓർഗനൈസേഷൻസിനെയും അദ്ദേഹം എന്ത് ചെയ്യണം, ആ ബാൻ റിമൂവ് ചെയ്യാണ്. ഇനി മുതൽ അവരെന്താണ്, നിയമവിരുദ്ധമല്ല, നിയമപരമായിട്ട് തന്നെ പ്രവർത്തിക്കാവുന്ന പാർട്ടികളായിട്ട് അവരെ തന്നെ പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം. കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. അവിടെ ANC, PAC, സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പിന്നെ 31 അതർ ഇല്ലീഗൽ ഓർഗനൈസേഷൻ, ഇവരുടെയൊക്കെയും ബാൻ അദ്ദേഹം മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ചെയ്യുന്നത് ഫ്രീയിങ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് ഇൻകാസറേറ്റഡ് ഫോർ നോൺ വയലൻ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഓൾറെഡി ജയിലിൽ കിടക്കുന്ന ആളുകൾ നോൺ വയലൻ്റ് ആക്ടിവിറ്റീസിന്, ആരെയും കൊന്നതിനും ഉപദ്രവിച്ചതിനും അങ്ങനെയല്ല, വയലൻസ് ഒന്നും ഇല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിസങ്ങളോ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റുകളൊക്കെ നടത്തി ഇതിനകത്ത് പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ജയിൽ മോചിതരാക്കുക, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രഖ്യാപനം. കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. പിന്നെ ദ സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ്, ഈ വധശിക്ഷ അതിൻ്റെ ഒരു ഇത് മാക്സിമം കുറയ്ക്കുക അല്ലെങ്കിൽ വേണ്ടാന്ന്
വെക്കുക. സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റൽ പണിഷ്മെന്റ് വധശിക്ഷ വേണ്ടാന്ന് വെക്കുക. ആൻഡ് ദ ലിഫ്റ്റിംഗ് ഓഫ് വേരിയസ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ദി സ്റ്റേറ്റ് എമർജൻസിയുടെ സമയത്ത് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസിനെ എല്ലാം വേണ്ടാന്ന് വെക്കുക. അതൊക്കെയും ലിഫ്റ്റിംഗ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള 3-4 കാര്യങ്ങളാണ് അദ്ദേഹം മെയിനായിട്ടും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്നുള്ളത് കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. ദ ടൈം ഫോർ നെഗോഷിയേഷൻ ഹാസ് അറൈവ്ഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്ന് ചിന്തിക്കാനുള്ള, ചർച്ച ചെയ്യാനുള്ള സമയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കുറേ കാലങ്ങളായിട്ട് ഒരു കാര്യം ഒരു ഭരണാധികാരി കൊണ്ടുവന്നു വിചാരിച്ച് അതിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട് വരിക എന്നുള്ളതില്ല. കാലത്തിനനുസൃതമായിട്ട് നമ്മളും ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളൊരു ഐഡിയ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൗത്ത് ആഫ്രിക്കയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് ഇത്തരത്തിൽ ഡെമോക്രസി എന്ന് പറയുന്ന സംഭവത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തരത്തിലുള്ള പുതിയ പ്രഖ്യാപനങ്ങളായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. It was a breathtaking moment. അതെല്ലാവർക്കും ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു. For in one sweeping action he had virtually normalized the situation in South Africa. അതുവരെയും സൗത്ത് ആഫ്രിക്കയിൽ എന്തോ വലിയ പ്രശ്നം നടക്കുകയാണ്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിപ്പിച്ചിരുന്നിടത്തു നിന്നും ഈ എല്ലാ നിരോധനങ്ങളും എടുത്ത് മാറ്റിയതോട് കൂടിയിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്? സൗത്ത് ആഫ്രിക്കയുടെ ആ സിറ്റുവേഷൻ നോർമലൈസ് ചെയ്യാണ് ചെയ്തത്. നോർമലായിട്ടുള്ള വേറെ ഏത് രാജ്യത്തിനെയും പോലെ തന്നെ അവിടെയും ഒരു പ്രശ്നവും ഇല്ല എന്നൊരു തോന്നൽ അവിടെയുള്ള ആളുകൾക്ക് ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനങ്ങൾ. അവർ വേൾഡ് ഹാഡ് ചേഞ്ച്ഡ് ഓവർനൈറ്റ്. ഒരൊറ്റ രാത്രി കൊണ്ട് അവരുടെ ലോകം തന്നെ മാറി. അതുവരെ എല്ലാം പിടിച്ചു നിർത്തി സപ്രസ് ചെയ്തിട്ടായിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇപ്പം എന്താണ്, അത്തരത്തിലുള്ള യാതൊരു ലിമിറ്റേഷൻസും കാര്യങ്ങളും അവർക്ക് ചുറ്റുമില്ല. ആഫ്റ്റർ 40 years ഓഫ് പെർസിക്യൂഷൻ ആൻഡ് ബാനിഷ്മെന്റ് ദ ANC വാസ് നൗ എ ലീഗൽ ഓർഗനൈസേഷൻ. 40 വർഷത്തോളമായിട്ട് ANC എന്നുള്ള പാർട്ടി എന്തായിരുന്നു, ഇല്ലീഗലായിട്ട് ബാൻ ചെയ്യപ്പെട്ടതായിരുന്നു. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണ്, ഈ ഒരു 1990 February 2 മുതൽക്ക് അതൊരു ലീഗൽ ഓർഗനൈസേഷനായിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. ഐ ആൻഡ് ഓൾ മൈ കംറേഡ്സ് കുഡ് നോ ലോങ്ങർ ബി അറസ്റ്റഡ് ഫോർ ബീയിങ് എ മെമ്പർ ഓഫ് ANC. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹം ആക്ച്വലി ANCയുടെ ഭാഗമാണ്, ഇതിലത്തെ മെമ്പറാണ്. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഒരിക്കലും ഇനി ANCയുടെ ഭാഗമാണ് എന്നുള്ള പേര് കൊണ്ട് ഒരിക്കലും അറസ്റ്റ് ചെയ്യപ്പെടില്ല. ഫോർ ക്യാരിയിങ് ഇറ്റ്സ് ഗ്രീൻ, യെല്ലോ ആൻഡ് ബ്ലാക്ക് ബാനർ. അതേപോലെ തന്നെ അവരുടെ ബാനറുകൾ, അവരുടെ മുദ്രാവാക്യവും കൊടികളൊന്നും പിടിച്ച് നടന്നതിനെ കൊണ്ട് ആരും ഇവർ അറസ്റ്റ് ചെയ്യില്ല. ഫോർ സ്പീക്കിംഗ് ഇറ്റ്സ് നെയിം, അതിൻ്റെ പേര് പറഞ്ഞത് കൊണ്ട് ആരും നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇനി മുതൽക്ക് അതെന്തല്ല, ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓൾമോസ്റ്റ് 30 years മൈ പിക്ചർ ആൻഡ് മൈ വേർഡ്സ് ആൻഡ് ദോസ് ഓഫ് ഓൾ മൈ ബാൻഡ് കോംറേഡ്സ് കുഡ് ഫ്രീലി അപ്പിയർ ഇൻ സൗത്ത് ആഫ്രിക്കൻ ന്യൂസ് പേപ്പേഴ്സ്. അപ്പം ഇത്രയും കാലം, ഈ ഒരു ഇത്രയും വർഷങ്ങളായിട്ട് സൗത്ത് ആഫ്രിക്കൻ ന്യൂസ് പേപ്പറുകളിലൊക്കെയും ഇദ്ദേഹം ഉൾപ്പെടെയുള്ള അവരുടെ ആ ഒരു മെമ്പേഴ്സിൻ്റെയൊക്കെ ഫോട്ടോസും പറഞ്ഞിട്ടുള്ള സെന്റൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്ന ഭയങ്കര പ്രശ്നമായിട്ടായിരുന്നു. പക്ഷേ ഇനി മുതൽക്ക് വളരെ നല്ല രീതിയിൽ നോർമലൈസ് ചെയ്തിട്ട് ഇനി ന്യൂസ് പേപ്പറിലൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കും. ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അപ്ലോഡഡ് ഡി ക്ലാർക്സ് ബോൾഡ് ആക്ഷൻസ്. അപ്പം ഈ പേരുകൾ നമ്മൾ മാറരുത് കേട്ടോ. നെൽസൺ മണ്ടേല ആരാണ്, ഡി ക്ലാർക്ക് ആരാണെന്ന് സെപ്പറേറ്റ് നിങ്ങൾക്ക് അറിയാം, എനിക്കറിയാം. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഈ തീരുമാനങ്ങളൊക്കെ എടുത്ത സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഡി ക്ലാർക്ക് ആണ്. അത് കറക്റ്റായിട്ട് അറിയണം. നെൽസൺ മണ്ടേലയുടെ പേര് വെച്ച് മിക്സ് ചെയ്യരുത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡി ക്ലാർക്കിൻ്റെ ആ ഒരു പുതിയ കാര്യങ്ങൾ, പുതിയ തീരുമാനമൊക്കെ എല്ലാവരും എന്ത് ചെയ്യാണ്, സപ്പോർട്ട് ചെയ്യാണ്. Amidst all the good news, however, the ANC objected to the fact that Mr. de Klerk had not completely lifted the state of emergency or ordered the troops out of the townships. On February 9, 7 days after Mr. de Klerk's speech opening Parliament, I was informed that I was again going to Tunis. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഫെബ്രുവരി 2 ഈ ഒരു സ്പീച്ച് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം February 9 നെൽസൺ മണ്ടേല അറിയുന്നത് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പോകുന്നു. അതായത് ആക്ച്വലി എന്താണ്, ഇവർ തമ്മിലൊരു മീറ്റിംഗ്, ഈ ഡി ക്ലാർക്കും അതേപോലെ തന്നെ നെൽസൺ മണ്ടേലയും തമ്മിലൊരു മീറ്റിംഗിലേക്ക് ഒരു February 9 ആകുമ്പോഴേക്കും കാര്യങ്ങൾ എത്തുകയാണ്. ഐ അറൈവ്ഡ് അറ്റ് 6 o'clock ഇൻ ദി ഈവനിങ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഡി ക്ലാർക്കിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മണ്ടേല ഒരു 6 o'clock വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുന്നുണ്ട്. ഐ മെറ്റ് എ സ്മൈലിംഗ് മിസ്റ്റർ ഡി ക്ലാർക്ക് ഇൻ ഹിസ് ഓഫീസ് ആൻഡ് ആസ് വി ഷുക്ക് ഹാൻഡ്സ് ഹി ഇൻഫോംഡ് മീ ദാറ്റ് ഹി വാസ് ഗോയിങ് ടു റിലീസ് മീ ഫ്രം പ്രിസൺ ദ ഫോളോയിങ് ഡേ. അങ്ങനെ മീറ്റ് ചെയ്യാണ്, വളരെ സ്മൈൽ ചെയ്തിട്ടാണ് നമ്മുടെ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയെ സ്വീകരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നെൽസൺ മണ്ടേല നാളെ അദ്ദേഹത്തിനെ പ്രിസണിൽ നിന്നും ഫ്രീ ആക്കാൻ വേണ്ടി പോവുകയാണ്, സ്വതന്ത്രനാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി മുകളിൽ പറഞ്ഞിട്ടുണ്ട്, നോൺ വയലന്റ് ആക്ടിവിറ്റീസ് ചെയ്തതിന് അകത്തായിട്ടുള്ള ആളുകളെ ജയിൽ മോചിതരാക്കാനുള്ള ഒരു ഐഡിയ കൂടെ അദ്ദേഹത്തിന് ഉണ്ടെന്ന്. അപ്പോൾ അത്തരത്തിൽ നോൺ വയലന്റ് ആക്ടിവിറ്റീസിന് കൂടെ അല്ലെങ്കിൽ അത് ചെയ്തത് കൊണ്ട് അകത്തായിട്ട് ആളുകളിൽ ഒരാളായിട്ടുള്ള നെൽസൺ മണ്ടേലനെയും അദ്ദേഹം എന്ത് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ജയിൽ മോചിതനാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിനോട് നേരിട്ട് പറയുകയാണ് ചെയ്യണം. Although the press in South Africa and around the world had been speculating for weeks that my release was imminent, Mr. de Klerk's announcement nevertheless came as a surprise to me.
അപ്പോൾ കുറേ ആഴ്ചകളായിട്ട് ഒരുപാട് പേപ്പറുകളിലും കാര്യങ്ങളിലൊക്കെ നെൽസൺ മണ്ടേലനെ ഫ്രീ ആക്കേണ്ടതുണ്ട് എന്നുള്ള രീതിക്ക് ഒരുപാട് ആർട്ടിക്കിൾസും ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാലും പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് മിസ്റ്റർ ഡി ക്ലോക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ നാളെ ജയിൽ മോചിതനാവാൻ പോകും, ഇത്രയും വർഷങ്ങളകത്ത് കിടന്ന ഒരാളാണ്, നാളെ ജയിൽ മോചിതനാവാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഐ ഹാഡ് നോട്ട് ബീൻ ടോൾഡ് ദാറ്റ് ദ റീസൺ മിസ്റ്റർ ഡി ക്ലോക്ക് വാണ്ടഡ് ടു see me was to tell me that he was making me a free man. അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറയുക, മണ്ടേല അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മിസ്റ്റർ ഡി ക്ലർക്ക് ഇദ്ദേഹത്തിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിനെ മണ്ടേലനെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തത് അറിയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹം ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഐ ഫെൽറ്റ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മൈ ബ്ലഡ് ആൻഡ് മൈ ബ്രെയിൻ. പെട്ടെന്ന് അദ്ദേഹത്തിന് ആകെ സർപ്രൈസ്ഡ് ആയി, ആകെ അന്തം വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ബ്ലഡും ബ്രെയിനും തമ്മിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് നടക്കണ പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യണം. ഐ ഡീപ്ലി വാണ്ടഡ് ടു ലീവ് prison as soon as I could, but to do so on such short notice would not be wise. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോൾ രക്ഷപ്പെടാൻ പറ്റുമോ അപ്പം പുറത്ത് കിടക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് പോകാമെന്ന് പറയുന്നത് ശരിയാവില്ല. I thanked Mr. D. Clerk and then said that at the risk of appearing ungrateful, I would prefer to have a week's notice in order that my family and my organization could be prepared for my release. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇത്തരത്തിൽ വലിയൊരു സംഭവം ചെയ്തതിനുള്ള നന്ദികേടായിട്ട് കരുതാത്ത രീതിയിൽ അദ്ദേഹം അതിന് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എന്താ അദ്ദേഹം പറയാണ്, പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ അടുത്ത് നാളെ പോവുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല, എനിക്കൊരു ആഴ്ചത്തെ ടൈം വേണം, ഒരാഴ്ചത്തെ നോട്ടീസ് എനിക്ക് വിടണം, അതായത് എൻ്റെ ഫാമിലിക്കും എൻ്റെ ഓർഗനൈസേഷനും എൻ്റെ വരവിന് വേണ്ടി ഒന്ന് പ്രിപ്പയർ ആവാനുള്ളൊരു ഗ്യാപ്പ് ഒരാഴ്ച കാലാവധി എനിക്ക് തരണമെന്ന് അദ്ദേഹം വിനയപൂർവ്വം പറയുകയാണ്. സിംപ്ലി ടു വാക്ക് ഔട്ട് ടുമോറോ ഐ സെഡ് വുഡ് കോസ് ക്യാവസ്. പെട്ടെന്ന് ഒരു ദിവസം നാളെ അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഐ ആസ്ക്ഡ് മിസ്റ്റർ ഡി ക്ലർക്ക് ടു റിലീസ് മീ എ വീക്ക് ഫ്രം ദാറ്റ് ഡേ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്നെ ഒരാഴ്ച ഗ്യാപ്പ് തന്നിട്ട് എന്നെ റിലീസ് ചെയ്തോളൂ. ആഫ്റ്റർ വെയിറ്റിംഗ് 27 years ഐ കുഡ് സർട്ടൺലി വെയിറ്റ് അനദർ 7 days. അപ്പോൾ ഓൾറെഡി 27 വർഷമായിട്ട് നെൽസൺ മണ്ടേല അകത്താണ്, ജയിലിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 27 വർഷം കാത്തിരുന്ന് എനിക്ക് തീർച്ചയായിട്ടും ഒരു 7 ദിവസം കൂടെ കാത്തിരിക്കാനായിട്ട് സാധിക്കും. ഡി ക്ലർക്ക് വാസ് ടേക്കൺ അബാക്ക് ബൈ മൈ റെസ്പോൺസ്. അത് കേട്ടതും ഡി ക്ലർക്ക് ആകെ ഞെട്ടിപ്പോവാണ്. കാരണം 27 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരാളെടുത്ത് നാളെ നിങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്ന പറയുമ്പോൾ ആൾ പറയില്ല, ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പോകാമെന്ന് പറയുന്നത് പ്രസിഡന്റിന് ഭയങ്കര ഞെട്ടലായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് റിപ്ലൈങ് ഹി കണ്ടിന്യൂ ടു റിലേറ്റ് ദ പ്ലാൻ ഫോർ മൈ റിലീസ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുത്തില്ല. അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെതായ ജോലികൾ, അതായത് നെൽസൺ മണ്ടേല റിലീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ തുടങ്ങി. ഹി സെഡ് ദാറ്റ് ദ ഗവൺമെന്റ് വുഡ് ഫ്ലൈ മീ ടു ജോഹന്നസ്ബർഗ് ആൻഡ് ഒഫീഷ്യലി റിലീസ് മീ ദ. അദ്ദേഹം പറയുകയാണ്, നിങ്ങളെന്നെ ജോഹന്നസ്ബർഗിലേക്ക് കൊണ്ടുപോകും, അവിടെ നിന്നായിരിക്കും നിങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നത്. ബിഫോർ ഹി വെന്റ് എനി ഫർദർ ഐ ടോൾഡ് ഹിം ദാറ്റ് ഐ സ്ട്രോങ്ലി ഒബ്ജക്റ്റഡ് ടു ദാറ്റ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അപ്പോൾ നെൽസൺ മണ്ടേല അത് കേട്ടപ്പോൾ പറയുന്നത് തീർച്ചയായിട്ടും അത് ഞാൻ എതിർക്കുകയാണ്, ജോഹന്നസ്ബർഗിൽ കൊണ്ടുപോയിട്ട് എന്നെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സമ്മതിക്കില്ല. ഐ വാണ്ടഡ് ടു വാക്ക് ഔട്ട് ഓഫ് ദി ഗേറ്റ്സ് ഓഫ് വിക്ടർ വെസ്റ്റർ ആൻഡ് ബി ഏബിൾ ടു താങ്ക് ദോസ് ഹു ലുക്ക്ഡ് ആഫ്റ്റർ മീ ആൻഡ് ഗ്രീറ്റ് ദ പീപ്പിൾ ഓഫ് കേപ്പ് ടൗൺ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ വിക്ടർ വെസ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം താമസിച്ചല്ലേ, അദ്ദേഹം അത്രയും കാലം ഉണ്ടായിരുന്ന ജയിലിൻ്റെ പേരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ജയിലിലോട്ട് കയറിയത് വിക്ടർ വെസ്റ്ററിൽ കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഗേറ്റ് വഴി തന്നെ എനിക്ക് പുറത്തിറങ്ങണം. എന്നിട്ട് എന്നെ കാത്തു നിൽക്കുന്ന ആളുകളോട് എനിക്ക് താങ്ക്സ് പറയണം, എന്നെ കാത്തു നിൽക്കുന്ന ആളുകളെ എനിക്ക് ഗ്രീറ്റ് ചെയ്യണം. അല്ലാതെ ഇത്രയും കാലം ഞാൻ വിക്ടർ വെസ്റ്ററിൽ കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് റിലീസാവുന്ന ജോഹന്നസ്ബർഗിൽ കൊണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. Though I was from Johannesburg, Cape Town had been my home for nearly 3 decades. സംഭവം ശരിയാണ്, കേപ്പ് ടൗൺ ജോഹന്നസ്ബർഗ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ കാലം അവിടെ ജീവിച്ച സ്ഥലം തന്നെയാണ്. I would make my way back to Johannesburg, but when I chose to, not when the government wanted me to. Once I am free, I said I will look after myself. അദ്ദേഹം പറയുന്നത് സംഭവമൊക്കെ ശരിയാണ്, ജോഹന്നസ്ബർഗ് എനിക്ക് അറിയുന്ന സ്ഥലം തന്നെയാണ്, ഞാൻ ജീവിച്ച സ്ഥലം തന്നെയാണ്. പക്ഷേ ഞാൻ അവിടെ വെച്ച് റിലീസ്ഡ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ കയറി വന്നത് വിക്ടർ വെസ്റ്ററിലേക്കാണെങ്കിൽ ആ ഗേറ്റ് വഴി തന്നെ എനിക്ക് ഇറങ്ങി പോകണമെന്ന് അദ്ദേഹം പറയുകയാണ്. ഡി ക്ലർക്ക് വാസ് എഗൈൻ നോൺപ്ലസ്ഡ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഞെട്ടുവാണ്, ഡി ക്ലർക്ക് എന്തൊക്കെയാണ് ഇയാൾ പറയണമെന്ന് വിചാരിച്ചിട്ട്. ബട്ട് ദിസ് ടൈം മൈ ഒബ്ജെക്ഷൻസ് കോസ്റ്റ് എ റിയാക്ഷൻ. ആദ്യം നാളെ എന്നെ വിടരുത്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും നമ്മൾ ഡി ക്ലർക്ക് ഇടുന്നില്ല. പക്ഷെ അതേസമയം ഇത്തവണ ഈ ജോഹന്നസ്ബർഗ് വഴിയല്ല, വിക്ടർ വെസ്റ്റർ വഴി തന്നെ എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു റിയാക്ഷൻ ഡി ക്ലർക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഹി എക്സ്ക്യൂസ്ഡ് ഹിംസെൽഫ് ആൻഡ് ലെഫ്റ്റ് ഹിസ് ഓഫീസ് ടു കൺസൾട്ട് വിത്ത് അതേഴ്സ്. അപ്പോൾ അദ്ദേഹം ഓഫീസ് വെച്ച് മറ്റുള്ളവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആഫ്റ്റർ 10 minutes ഹി റിട്ടേൺ വിത്ത് എ rather long face and said, എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രസിഡന്റ് വീണ്ടും വരികയാണ്. മിസ്റ്റർ മണ്ടേല, ഇറ്റ് ഇസ് ടു ലേറ്റ് ടു ചേഞ്ച് ദ പ്ലാൻ നൗ. അപ്പോൾ ഈ പ്ലാൻ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ഐ റിപ്ലൈഡ് ദാറ്റ് ദ പ്ലാൻ വാസ് അൺഅക്സെപ്റ്റബിൾ ആൻഡ് ദാറ്റ് വാണ്ടഡ് ടു ബി റിലീസ്ഡ് എ വീക്ക് ഹെൻസ് ആൻഡ് അറ്റ് വിക്ടർ വെസ്റ്റർ, നോട്ട് ജോഹന്നസ്ബർഗ്. ഇറ്റ് വാസ് എ ടെൻസ് മൊമെന്റ് ആൻഡ് at the time neither of us saw any irony in a prisoner asking not to be released and his jailer attempting to release him.
അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതായത് മണ്ടേല പറഞ്ഞ പോലെ ഒരാഴ്ച കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല, നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തതാണ്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജോഹന്നസ്ബർഗിൽ കൂടെ പോവില്ല, വിക്ടർവേഴ്സ്റ്ററിൽ നിന്ന് പോവുള്ളൂ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാമെന്നുള്ള രീതിക്ക് അവിടെ ഒരു സംസാരം വരികയാണ്. അപ്പോൾ നമ്മൾ ഒരു ഐറണി ആയിട്ട് അവിടെ ആർക്കും ഫീൽ ചെയ്യുന്നത്, അതായത് സാധാരണ ഒരു എന്താ പറയുക, ജയിലർക്ക് ജയിലിൽ നിന്ന് പോകണമെന്നും അല്ല, ഒരു ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ജയിലിൽ നിന്ന് രക്ഷപ്പെടണമെന്നും അതേസമയം അവിടുത്തെ ഒഫീഷ്യലിന് അവരെ അവിടെ പിടിച്ചു നിർത്തണമെന്നായിരിക്കുമല്ലോ ആഗ്രഹം. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്, അതായത് ജയിലിൽ കിടക്കുന്ന ആൾക്കാണ് ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് പറയുന്നത്, അതേസമയം അവിടുത്തെ പ്രസിഡന്റ് ആണ് എന്ത് പറയുന്നത്, നിങ്ങൾ നാളെ തന്നെ പോകണമെന്ന് പറയുന്നത്. പക്ഷെ അവിടെ ആർക്കും അതൊരു ഐറണി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഡി ക്ലർക്ക് again excused himself and left the room. After 10 minutes he returned with a compromise. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡി ക്ലർക്ക് ഒരു കോംപ്രമൈസിന് തയ്യാറാവുകയാണ്. Yes, I could be released at Victor Wester, but no, the release could not be postponed. അപ്പോൾ ഒരു തീരുമാനമാക്കണം, അതായത് വിക്ടർ വെസ്റ്റർ കൂടെ തന്നെ നിങ്ങളെ റിലീസ് ചെയ്യിക്കാം, പക്ഷേ അത് നീട്ടി വെക്കാൻ പറ്റില്ല. മണ്ടേല പറഞ്ഞ മാതിരിക്ക് ഒരു ദിവസം ഫുള്ള് നീട്ടി വെക്കാൻ, ഒരാഴ്ച ഫുള്ള് നീട്ടി വെക്കാൻ പറ്റില്ല, നാളെ തന്നെ നമ്മൾ വിടും. The government had already informed the foreign press that I was to be set free tomorrow and felt they could not renege on that statement. അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പ്രസ്സുകളിലും മീഡിയകളിലൊക്കെ നമ്മൾ ന്യൂസ് കൊടുത്തിട്ടുണ്ട് നാളെ ഇവരെ മണ്ടേലേനെ റിലീസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇനി മാറ്റി പറയാനായിട്ട് പറ്റില്ല. ഐ ഫെൽറ്റ് ഐ കുഡ് നോട്ട് ആർഗ്യൂ വിത്ത് ദാറ്റ്. അപ്പം അദ്ദേഹം തീരുമാനിക്കുകയാണ്, ശരി ഞാൻ ആർഗ്യൂ ചെയ്യുന്നില്ല, 50-50 രണ്ടുപേരുടെയും ഓരോ ആഗ്രഹങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കോംപ്രമൈസ്. In the end, we agreed on the compromise and Mr. D. Clark poured a tumbler of whiskey for each of us to drink in celebration. അങ്ങനെ അവർ ഡ്രിങ്ക്സ് ഒക്കെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. I raised the glass in the toast but only pretended to drink. Such spirits are too strong for me. അദ്ദേഹം മണ്ടേല പക്ഷെ അവിടെ എന്താ പറയുക, ഡ്രിങ്ക്സ് കഴിക്കണില്ല, അദ്ദേഹം കഴിക്കുന്ന പോലെ കാണിക്കണുള്ളൂ, അദ്ദേഹം കഴിക്കുന്നില്ല. I did not get back to my cottage until shortly before midnight. Whereupon I immediately sent word to my colleagues in Cape Town that I was to be released in the following day. അപ്പം അങ്ങനെ അദ്ദേഹം തിരിച്ച് അവിടേക്ക് തന്നെ എത്തിയതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിനൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇങ്ങനെ നാളെ റിലീസ് ആവുകയാണെന്ന് പറഞ്ഞിട്ട്. ഐ മാനേജ് ടു ഗെറ്റ് എ മെസ്സേജ് ടു വിന്നി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വൈഫാണ്, വിന്നിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ആൻഡ് ഐ ടെലിഫോൺ വോൾട്ടർ ഇൻ ജോഹന്നസ്ബർഗിലെ വോൾട്ടർ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള വേറൊരു ആക്ടിവിസ്റ്റാണ്, ANC-യിൽ തന്നെയുള്ള ഒരു മെമ്പറാണ്. അപ്പോൾ അവർക്കൊക്കെ മെസ്സേജ് കൊടുക്കുകയാണ് നാളെ റിലീസ് ആവുമെന്ന് പറഞ്ഞിട്ട്. ദേ വുഡ് ഓൾ on a chartered plane the next day. പിറ്റേ ദിവസം തന്നെ ഇവരെല്ലാവരും അങ്ങോട്ട് എത്തുന്നുണ്ട് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാനായിട്ട്. That evening, a number of ANC people on what was known as the National Reception Committee came to the cottage to draft a statement that I would make the following day. അപ്പോൾ പിറ്റത്തെ ദിവസത്തേക്ക് വേണ്ടുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യാനൊക്കെ അവിടെ ആളുകൾ വരുന്നുണ്ട്. They left in the early hours of the morning and despite my excitement I had no trouble falling asleep. പുലർച്ചെ തന്നെ അവർ പോകുന്നുണ്ട്, പക്ഷെ അദ്ദേഹം പറയാണ് എന്താ പറയുക, വലിയ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും കാലത്ത് ആ ഒരു ഇത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങാണെന്നുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ലീപ്പ് എന്ന് പറയുന്ന സംഭവം അദ്ദേഹം വിട്ടു കൊടുക്കണില്ല എന്നാണ് അവിടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ടും നല്ല ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ.